ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കണേ. കൂടാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വിലയേറിയതാണ്. തുടർന്നും അതുണ്ടാകണം. നമുക്ക് വീഡിയോ നോക്കാം. ഇന്ന് ഒരു തനി നാടൻ റെസിപ്പിയായ ചൂരമീൻ വറുത്തരച്ചതാണ്. നമ്മുടെ കേരള സ്റ്റൈലിലുള്ള തനി നാടൻ മീൻ കറി. അപ്പോൾ അതിനായിട്ട് ഇന്ന് ചൂരമീൻ 4 മീനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മീനാണിത്. കുട്ടിച്ചൂര അല്ലെങ്കിൽ ഉണ്ടച്ചൂര എന്നൊക്കെ പറയുന്ന ചെറിയ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെള്ളം മാറ്റി മാറ്റി കഴുകി അതിൻ്റെ ബ്ലഡ് സ്റ്റെയിൻ എല്ലാം മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 4 മീൻ തലയും വാലുമൊക്കെ മാറ്റി ബാക്കി ശേഷിക്കുന്ന ഭാഗം ഇത്രയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പൊരിക്കാൻ എടുക്കണ്ട, വറുത്തരച്ച കറിയല്ലേ, ഇത്രയും കറിക്ക് തന്നെ എടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കുന്നതിന് ഞാൻ ഇന്ന് ഇത്ര മീനിന് 1 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. സാമാന്യ വലിപ്പമുള്ള 1 തേങ്ങ. ആ തേങ്ങ ചിരകി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്നായി പൊടിഞ്ഞു വന്നാൽ ഒരേപോലെ മൂത്ത് കിട്ടും. അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വരുമ്പോൾ തേങ്ങ അതിലേക്കിടാം. കൂടെ തന്നെ ഒരു 10-20 കൊച്ചുള്ളി വേണമെങ്കിൽ സ്ലൈസ് ചെയ്തിടാം, ഇങ്ങനെയും ഇടാം. കൂടെ കുറച്ച് കറിവേപ്പില, കൂടെ കറിക്ക് ആവശ്യമായ 2 ചുള പുളി, വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. ചൂരമീൻക്ക് പുളി കുറച്ച് മതിയാകും, കൂടുതൽ പുളിപ്പ് അതിന് സ്യൂട്ടാകില്ല. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. ആദ്യം കുറച്ച് ഫ്ലെയിം കൂട്ടിയിടാം, പിന്നെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വറുത്തെടുക്കണം. ഇതിലൊട്ടും വെളിച്ചെണ്ണ ചേർക്കുന്നില്ല വറുക്കാനായിട്ട്, അല്ലാതെ തന്നെ നന്നായി മൂത്ത് വരും. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇത് ചെറുതീയിൽ മൂപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നല്ല ഗോൾഡൻ കളറാകണം, കരിഞ്ഞു പോകാനും പാടില്ല. പാകത്തിന് മൂത്തെടുക്കുന്നതാണ് ആ കറിയുടെ രുചി വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കൂടെ തന്നെ നിൽക്കണം. നോക്കി, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. ഇനി ഒന്നുകൂടെ മൂപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് കൂടി ചേർന്ന പൊടിയാണ്. ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി വേണ്ടെങ്കിൽ ഒഴിവാക്കാം. വറുത്തരച്ചതിന് മല്ലിപ്പൊടി മസ്റ്റല്ല. ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ഉരുളിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ പൊടികളൊന്ന് മൂത്ത് വരും. അതിനുശേഷം ഏകദേശം ഒന്ന് തണുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അത് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം, പിന്നെ വേണം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൽ ഒരു 10-20 കൊച്ചുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പില ഇടാം. ഈ മുളക് കണ്ടോ, ഉണ്ടമുളക് എന്ന് പറയും. ഒരു പ്രത്യേക മണവും രുചിയുമാണ്. അതൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇട്ട് നമുക്ക് വറുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ്, മീൻ കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നീട് ഉപ്പ് നോക്കി പാകത്തിന് ഇല്ലെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ആ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റാം. അരപ്പും എണ്ണയും ഉള്ളിയുമായൊക്കെ ഒന്ന് മിക്സായി വരണം. അതൊന്ന് വഴറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലും കുറച്ച് ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് കഴുകി ഒഴിക്കാം ഇതിൽ. ഈ സമയം അതിൻ്റെ കൺസിസ്റ്റൻസി, എത്ര ചാറ് വേണം എന്നെല്ലാം തീരുമാനിച്ച് ഉപ്പുമൊക്കെ നോക്കി വേണം വയ്ക്കാൻ. എന്നിട്ട് ആ അരപ്പൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ അതിലേക്കിടാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ തവി കൊണ്ടുള്ള ഇളക്ക് പാടില്ല. അടച്ചു വെച്ച് വേവിക്കാം.
ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. അപ്പോൾ മീനൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തവിയിട്ട് ഇളക്കാൻ പാടില്ല. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് കുറച്ച് നേരം കൂടെ വേവിക്കാം. നമ്മുടെ മീനെല്ലാം പാകമായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത എണ്ണ മാത്രമല്ല ഇത്, വറുത്ത തേങ്ങയിൽ നിന്നും കൂടെ ഊറി വന്ന എണ്ണയാണ്. നമ്മൾ ചേർത്ത എണ്ണയും ഉണ്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്ന് നല്ല പാകമായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഇറക്കി വെച്ച് കടുക് താളിക്കാം. കടുക് താളിക്കുന്നതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുത്താൽ മതി. അതിലാവശ്യത്തിന് കടുകിടുന്നു. കടുക് നന്നായി പൊട്ടി വരട്ടെ. കടുക് പൊട്ടി അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകതയാണ്. അതിൽ കൂടെ കുറച്ച് വറ്റൽ മുളക് കൂടി ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി മതി. വറവൽ ഇത് മതി. കൊച്ചുള്ളി ചേർക്കേണ്ട. കൊച്ചുള്ളി വഴറ്റിയാണല്ലോ വെച്ചത്, അല്ലെങ്കിൽ വറുക്കുന്നതിൽ കൊച്ചുള്ളി ചേർക്കാമായിരുന്നു. ഇനി ഇത് നമ്മുടെ മീൻ കറിയിലേക്ക് സാവകാശം ഒഴിച്ചു കൊടുക്കാം. എന്തൊരു മണമാണെന്ന് വരുന്നത്! നമ്മൾ വായിൽ വെള്ളമുറുന്ന മണമാണ്. നമ്മുടെ തനി നാടൻ സ്റ്റൈലിലുള്ള വറുത്തരച്ച ചൂരമീൻ കറി റെഡി ആയിട്ടുണ്ട്. വലിയ ചൂരയാണ് എടുക്കുന്നെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഈ കറി നമുക്ക് എന്തിനൊപ്പവും പോവും. ചോറ്, കപ്പ, അപ്പം, പുട്ട്, അല്ലെങ്കിൽ ദോശ, ചപ്പാത്തി, പൊറോട്ട, ഏതിനോടൊപ്പം വേണമെങ്കിലും ഈ കറി ഒത്തുപോകും. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. നമ്മുടെ തിരുവനന്തപുരം ഇട്ടാൽ പിന്നെ ഈ രീതിയിൽ വ്യത്യാസമുണ്ടാവും പ്രിപ്പറേഷനിൽ. നിങ്ങൾ ഈ രീതിയിൽ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. അത്രയ്ക്കും ടേസ്റ്റാണ്. അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ ഐറ്റം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് കപ്പയോടൊപ്പമാണ് സെർവ് ചെയ്യുന്നത്. കുറച്ച് കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് കപ്പയും മീൻ കറിയും. അതുപോലെ തന്നെ പലരുടെയും ഫേവറേറ്റ് ആണെന്നറിയാം. അപ്പോൾ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പയൊന്ന് കുഴിച്ച് വെച്ച് അതിൻ്റെ നടുക്ക് മീൻ കറിയുടെ കോരി ഒഴിച്ചാൽ അസാധ്യ രുചിയാണ്. സൂപ്പർ കോംബോ. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ തനി നാടൻ സ്റ്റൈലിലുള്ള വറുത്തരച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കൂ. താങ്ക് യു all. Thank you for watching. Please stay blessed. Please support. Thank you.